ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ വകാന മഅഹാ ഹത്താ യുസല്ലാ അലൈഹാ. ഒരു മുഅ്മിനായ മനുഷ്യൻ വഫാത്തായാൽ ആ വഫാത്തായ മയ്യിത്തിന്റെ കൂടെ, ജനാസയുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി കൂടെ പോവുകയും നിസ്കരിക്കുകയും വയുഫറഗ മിൻ ദഫനിഹാ, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരാതെ ആ മയ്യിത്തിനെ മറവ് ചെയ്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, 3 പിടി മണ്ണ് വാരിയിടുന്നത് വരെ ആ മയ്യിത്തിന്റെ കൂടെ നിങ്ങൾ നിന്നാൽ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാതൈൻ, 2 മഹാമലകളോളം വരുന്ന പ്രതിഫലവുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കുല്ലു ഖീറാത്തിൻ മിഥ്ലു ഉഹദിൻ, ഓരോ ഖീറാത്തും ഉഹദ് മലയോളമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ച മയ്യിത്ത് അത് കാണുന്നില്ല. നമ്മൾ മരിച്ചൊരു മയ്യിത്തിനെ ജനാസയുടെ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ വന്നത് അറിയുന്നു പോലുമില്ല. പക്ഷേ നിങ്ങളാ വന്നത് ഈമാനൻ വഹ്തിസാബാ, അല്ലാഹു കൂലി നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. മുഅ്മിനായ ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടാണത് എന്ന ബോധ്യത്തോടുകൂടെയാണെങ്കിൽ 2 മഹാമലകളോളം വരുന്ന പ്രതിഫലം ഒരു ജനാസയുടെ കൂടെ പോയാൽ അല്ലാഹു നൽകും. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരും. ചില ആളുകൾക്ക് മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ സമയമുണ്ടാവില്ല, അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല, അല്ലെങ്കിൽ ക്ഷമ കാണില്ല. അങ്ങനെ നിസ്കാരം മാത്രം നിർവഹിച്ച് തിരിച്ചു പോന്നാൽ അവർക്ക് ഒരു ഖീറാത്ത്. നബിയോട് ചോദിച്ചു, നബി എന്താണ് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? ഖാല മിഥ്ലു ഉഹദിൻ, ഉഹദ് മലയോളമുള്ള പ്രതിഫലം എന്നാണ് അതിനർത്ഥം. ഉഹദ് മലയോളമുള്ള പ്രതിഫലം. ഒരു ഉഹദ് മല, അത്രക്ക് നിസ്കരിച്ച ആൾക്ക് 2 എണ്ണം കിട്ടും. ദഫൻ ചെയ്ത മറവ് ചെയ്യുന്ന സമയം വരെ ജനാസയുടെ കൂടെ നിന്നാൽ ഇത് പുരുഷന്മാർക്ക് സാധിക്കുന്ന വലിയൊരു അമലാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിലേക്ക് അവർക്ക് വരൽ ഹറാമാണെന്നാണ് അതിൻ്റെ വിധി. അങ്ങനെയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. പക്ഷേ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഈ വലിയ കൂലി നഷ്ടപ്പെടുത്തരുത്.